കറുത്ത പാടുകളും കരിമങ്ങലും അതുപോലെ തന്നെ ഡെഡ് സെൽസും നിറയെ ഉണ്ടായിട്ട് ഫേസ് ഡള്ളായിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇത് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെത്തേഡ് മനസ്സിലാവുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേറെ ശ്രദ്ധിക്കേണ്ടതെന്നും ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും തന്നെ എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ പാക്ക് പ്രിപ്പയർ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു സൊല്യൂഷൻ പോലെ കുറച്ച് ലിക്വിഡായിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പം എനിക്ക് തിരിച്ച് കാണിച്ചു തരാൻ പറ്റില്ല, കാര്യം ഇത് താഴോട്ട് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, പക്ഷേ ബ്രഷ് ഉള്ളപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. നമുക്കിപ്പം പാക്കറ്റിൽ വാങ്ങുന്നത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അലോവേര ജെല്ലുണ്ടല്ലോ, അലോവേര പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത്, കറ്റാർവാഴയുടെ നീര്, അത് തന്നെ എടുത്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അലോവേര ജെല്ലെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും ഒന്ന് സൂത്തൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഒരു നറിഷ്മെൻറ്റ് തരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഒരു കെയറും കൊടുക്കാതെയാണ് നമ്മുടെ സ്കിന്നിനെ കൊണ്ട് നടക്കുന്നതെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് നറിഷ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ഫുൾ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. ഞാനിപ്പോൾ കുറച്ച് അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. ഇത് തന്നെ വേണമെന്നില്ല. ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടതാണ്, ഇത് തന്നെ വേണമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ സാധാരണ കട്ടയായിട്ട് കിടക്കുന്ന കോഫി പൗഡർ ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കുറച്ചുകൂടെ തരിപ്പാണ്, മുഖത്ത് യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത്രയും തരി വേണ്ട. ഇതാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്കിന്നിനെ ഡാമേജ് ആക്കാത്ത ഒരു കോഫി പൗഡർ എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുത്തപ്പോഴേക്കും ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. സോ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തട്ടിക്കൊടുക്കാം. നമ്മുടെ അലോവേര ജെല്ലിലോട്ട് നമ്മുടെ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു കോഫി പൗഡറില്ലേ, അതൊക്കെ നമുക്ക് ഇപ്പം തന്നെ അത് നന്നായിട്ട് ഇതുപോലെ മടക്കി ചുറ്റി നന്നായിട്ട് ടൈറ്റാക്കി മടക്കി പ്രസ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ തന്നെ റോൾ ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഭയങ്കര ടൈറ്റായിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ നമുക്കിത് അടുത്ത ദിവസം യൂസ് ചെയ്യാനും എടുക്കാം, അല്ലെങ്കിൽ അടുത്ത തവണ യൂസ് ചെയ്യാനും എടുക്കാം. ഇത് ഒരു 2 ആഴ്ചയോളമൊക്കെ നന്നായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ ചിലർക്ക് അവർ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കെട്ടിയിട്ടില്ലെങ്കിൽ മേ ബി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ചീത്തയായി പോവും. അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്താൽ അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് ഈ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബോഡി സ്ക്രബ് ആക്കിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കോഫി ഇട്ട് കുടിക്കാനും നമുക്ക് എടുക്കാം, ഇപ്പോൾ കുടിക്കുന്നവരാണെങ്കിൽ. വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് നല്ല ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് വന്നത്. ആക്ച്വലി ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പക്ഷേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. പെട്ടെന്ന് ഇങ്ങനെ അലോവേര ജെല്ലിൽ ഇട്ടപ്പോഴേക്കും മൊത്തത്തിൽ അങ്ങ് അലിഞ്ഞ് നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കുറച്ച് പാർട്ടിക്കിൾസും കൂടെ ഉണ്ട് അലിയാനായിട്ട്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എല്ലാം തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ കോഫി പൗഡർ നമ്മൾ യൂസ് ചെയ്ത് എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സഹായിക്കും. ഇപ്പോൾ നമ്മൾ കട്ടിയുള്ള സ്ക്രബൊന്നും യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സിമ്പിളായിട്ടുള്ള സംഭവം നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഡെഡ് സെൽസൊക്കെ ഒരു ചെറിയൊരു എക്സ്ഫോളിയേഷൻ നടന്ന് ആ ഒരു ഡെഡ് സെൽസൊക്കെ മാറിയ മാതിരി നമുക്ക് തോന്നും.
ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കാര്യം നമ്മുടെ കോഫി പൗഡർ വന്നിട്ട് നന്നായിട്ട് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ടിൻറ്റ് നിങ്ങൾ കാര്യമാക്കിയേ വേണ്ട. അത് നമ്മുടെ സ്കിന്നിൽ ഒട്ടും തന്നെ പിടിച്ചിരിക്കുകയൊന്നുമില്ല. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി. സാധാരണ വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി റിമൂവ് ആയിക്കോളും. പിന്നെ നന്നായിട്ട് സ്കിൻ വൈറ്റനപ്പ് ആവും. നല്ല രീതിയിലൊരു തിളക്കം നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് റൂമിൽ തന്നെ വെച്ചിരിക്കാനായിട്ട് പറ്റും. ഈ കോഫി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെല്ലും എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വെള്ളം പോലും ചേർത്തിട്ടില്ല. എന്നിട്ടാണ് ഇത്രയും ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ഈ ഒരു പാക്ക് കിട്ടുന്നത്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ വന്നിട്ട് നമ്മുടെ എല്ലാ അലോവേര ജെല്ലിൻ്റെ ജെല്ല് മുഴുവനും അലിഞ്ഞ് നന്നായിട്ട് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈവൻ നമ്മുടെ നാച്ചുറൽ അലോവേര ജെല്ലിൻ്റെ നീരെടുത്താലും ഇതുപോലെ തന്നെ കിട്ടായിരിക്കും. അതിൽ ചെറിയ ജെല്ലിൻ്റെ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നാലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. നമ്മുടെ ചുണ്ടിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡാർക്ക്നെസ്സിനെ റിഡ്യൂസ് ചെയ്ത് ഒരു സ്കിന്നിൽ സ്കിന്നിന് ലൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഇത്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി വെച്ചിട്ട് സ്കിന്നിൽ മുഴുവനായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്കിത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് എന്താ വെച്ചാൽ നമ്മൾ കയ്യിലാവില്ല, ആ ഒരു ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ കൈവച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. എനിക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് തന്നെ കുറേ നാളെന്ന് വെച്ചാൽ 2-3 വർഷമാവും ഈ ഒരു ബ്രഷ് വാങ്ങിയിട്ട്. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കണം. ഈ ഒരു ബ്രഷിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഡ്രൈ ആവണം. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് ഉണക്കും. പറ്റുന്നതല്ല, എല്ലാ ദിവസവും ഞാൻ നന്നായിട്ട് ഉണക്കും. കംപ്ലീറ്റ്ലി അത് ഡ്രൈ ആവുന്ന രീതിയിൽ ഫാനിൻ്റെ ചോട്ടിലായാലും അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടായാലും നീറ്റായിട്ട് നന്നായിട്ട് ഞാൻ ഉണക്കും. ഒട്ടും തന്നെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ തരികളോ അല്ലെങ്കിൽ നനവോ ഒന്നും ഉണ്ടാവാതെ കംപ്ലീറ്റ്ലി ഞാനത് ഡ്രൈ ആക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാനിത് യൂസ് ചെയ്യാറില്ല, കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കഴുകി വെച്ചിട്ട് ഈ ബ്രഷ് ഉണങ്ങാതിരിക്കുന്ന സമയത്താണ് ഞാൻ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. വെയിൽ കൊള്ളിച്ച് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഉണക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, ഹെയർ ഡ്രയർ വെച്ച് നല്ല ചൂട് കാണിച്ച് കംപ്ലീറ്റ്ലി വെള്ളം നന്നായിട്ട് കളയും. അപ്പോൾ നല്ല കാറ്റും കിട്ടും. എക്സ്ട്രാ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും അത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ അങ്ങനെ ഒരു പാർട്ടിക്കിൾസും ഞാൻ അതിൽ വയ്ക്കാറില്ല. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, വേറെ ഒരുപാട് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു പാക്ക് ഞാൻ കണ്ണിൻ്റെ താഴെയും മുകളിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് നന്നായിട്ട് ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ആ കണ്ണിൻ്റെ അവിടെയുള്ള ആ ഒരു ഡാർക്ക്നെസ് മാറാനും അതുപോലെ തന്നെ ഒരു ഡൾനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റി സ്കിൻ റെജുവിനേറ്റ് ചെയ്യാൻ അടിപൊളിയാണ് ഈ ഒരു പാക്ക്. അതുകൊണ്ട് തന്നെ കൺതടത്തിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഐലിഡ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഡാർക്ക്നെസ്സും ടയർഡ്നെസ്സൊക്കെ ഉണ്ടാവും. ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്ക്നെസ് എല്ലാവർക്കും ഉണ്ടാവും. ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. ഇനി ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ പാക്ക് ബാക്കിയുണ്ട്. അതൊന്ന് ഞാൻ എൻ്റെ കഴുത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫൈനലി നമുക്ക് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് തിന്നാണല്ലോ, പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. അങ്ങനെ ഒന്ന് ഉണങ്ങി വരികയാണെന്ന് തോന്നുമ്പോൾ വീണ്ടും നമ്മൾ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് നനച്ചു കൊടുക്കുന്നതാണ്. അപ്പോഴാണ് നമുക്കൊരു 10 മിനിറ്റെങ്കിലും കൃത്യമായിട്ട് ഇത് വെച്ചേക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇത്രയും തിന്നായിട്ടുള്ള പാക്ക് ആയതുകൊണ്ട്, വെള്ളം പോലത്തെ പാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഒരു 3-4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണങ്ങും. ആ ഒരു സമയത്ത് ഇതുപോലെ ബാക്കിയുള്ള നമ്മുടെ ഫേസ് പാക്ക് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ചിലർക്ക് ബോറടിക്കും. അവർ നിങ്ങൾ 2x കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അല്ലാതെ ഞാൻ 10 മിനിറ്റ് പാക്ക് വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് 5 മിനിറ്റിൽ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. സോ
സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. വെറുതെ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവിന് പകരം നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. സോ എങ്ങനെയാണോ കറക്റ്റ് വേയിൽ യൂസ് ചെയ്യേണ്ടത് അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ക്ഷമയുള്ളവരാണെങ്കിൽ കേൾക്കാനായിട്ട് അവർക്ക് ക്ഷമയുണ്ടാവും, അവർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിവിടെ 2-3 കോട്ട് ഡ്രൈ ആവുന്ന ഭാഗത്തൊക്കെ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ ഇത് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കഴുത്തിലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുടിയൊന്ന് പുറകിലോട്ട് കെട്ടി വെക്കുക, എന്നിട്ട് നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ കഴുത്തിൽ അപ്ലൈ ചെയ്യണം എന്ന്. സംഭവം നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ടാണ് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാമെന്ന് കരുതിയത്. ആക്ച്വലി കഴുത്തിൽ നമ്മൾ കമ്പൾസറി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് വാഷ് ചെയ്യുമ്പോൾ ഡ്രസ്സിലൊക്കെ നനയത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകുന്നത്. അല്ലാതെ അത് വേണ്ടാത്തത് കൊണ്ടല്ല. ചിലരിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് കമൻസിൽ, കഴുത്തിലും അപ്ലൈ ചെയ്യണം എന്ന്. അതേ, കഴുത്തിൽ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കളർ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, സ്കിന്നിൽ മുഴുവനായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ ആകുന്ന സമയത്ത് റീടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഫേസിലിപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ ആ കവിളിൻ്റെ ഭാഗത്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്ത് കാണിക്കാം. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സംഭവമാണ്. താഴെ ഞാനൊരു വലിയ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം മൊത്തം തറയിലല്ലേ ആവുക. എന്നാലും കുറേ ഡ്രോപ്സ് താഴെ പോകാറുണ്ട്. ഇതൊന്നും നിങ്ങൾ ഈ സാഹസികത്തിനൊന്നും മുതിരരുത്. കാര്യം വേറെ ഒന്നുമല്ല, കോഫിയുടെ അല്ലേ, ഇപ്പോൾ സ്റ്റെയിൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ തുടച്ച് മാറ്റിയാൽ പെട്ടെന്ന് അങ്ങ് പൊക്കോളും. അങ്ങനെ കിടക്കണുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റില്ലിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ആർക്കും. എനിവേ, ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കരുതൂലേ ഞാൻ വേറെന്തോ ചെയ്തിട്ടൊക്കെ വരാമെന്ന്. ലൈവ് റിസൾട്ട് കാണിച്ച് തരാനാണ് ഈ കഷ്ടപ്പാട് മുഴുവനും. അതിനുവേണ്ടിയെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ചെറിയൊരു ടിൻ്റൊക്കെ മുഖത്തുണ്ട്. വീണ്ടും വെള്ളം വെച്ച് വാഷ് ചെയ്യുമ്പോൾ അത് പൊക്കോളും. അത് കണ്ടോ, നമുക്കിങ്ങനെ സാധാരണ അങ്ങനെ ഇളകി വന്ന് അത് സാധാരണ അങ്ങ് പൊക്കോളും. അലോവേര ജെല്ല് നമ്മൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തത് കൊണ്ടാണ്, വേറെ വെള്ളമൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരു വിധത്തിലുള്ള ഡ്രൈനെസ്സും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ ഡ്രൈനെസ് ഉണ്ടാവാതെ നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, കണ്ണിനവിടെയും അതുപോലെ തന്നെ നമ്മുടെ കവിളിലും ഒക്കെ തന്നെ ആ ഒരു ഡാർക്ക്നെസ് മാറി ഒന്ന് ലൈറ്റനായി ഫ്രഷപ്പ് ആയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് സാധാരണ നമ്മൾ എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഇത്രയും ലൈറ്റായിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് കുറച്ച് വെള്ളം തളിച്ചങ്ങ് തുടച്ച് കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ആയിക്കോളും. കഴുത്തുനിന്നും ഒക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ വെച്ചിരിക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് തന്നെ നീറ്റായിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ലൊരു ടവൽ വെച്ചിട്ട് ഒന്ന് പാഡ് ഡ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഒപ്പി ആ എക്സസ് ആയിട്ടുള്ള നനവുണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ചു മാറ്റാം. ഇനി അടുത്തായിട്ട് നമുക്കിത് ജസ്റ്റ് വന്നിട്ട് ഞാൻ ഒന്ന് വേറെ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് കരുതി. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ടവലിൽ ചെറുതായിട്ട് ടിൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൽ ഫുൾ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കുറേ വെള്ളം പുറത്ത് പോയിട്ട് നന്നായിട്ട് കുറേ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. കാര്യം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടും നമ്മുടെ സ്കിന്നിൽ ഈ ഫേസ് പാക്ക് അവശേഷിപ്പിക്കാനായിട്ട് പാടില്ല. കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. സോപ്പൊന്നും യൂസ് ചെയ്ത് കഴുകണ്ട, വെള്ളം വെച്ച് തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, എന്ത് നല്ല ബ്രൈറ്റ് സ്കിന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ റിസൾട്ട്. അപ്പോൾ ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡോട്ട് & കീയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസർ അല്ല ഇത്. ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. എനിക്ക് ഇടയ്ക്ക് ഡ്രൈനെസ് ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റിൻ്റെ വ്യത്യാസത്തിൽ ഡ്രൈനെസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് ബാക്ക് ടു നോർമൽ കൊണ്ടുവരാൻ അടിപൊളിയാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതെനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു ടൈമായിരുന്നു. കാര്യം എനിക്ക് അത്രയും സ്കിൻ ഡാമേജ് ആയിരിക്കുമായിരുന്നു ഈ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്.
സ്കിൻ അത്രമാത്രം ഡാമേജ് ആയി. എനിക്ക് ട്രാവലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ഡാമേജായി. ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിയതാണ്, നോക്കി വാങ്ങിയതാണ് ഈ ഒരു ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം. പക്ഷേ നല്ലതായിട്ട് വർക്ക് ചെയ്തു. ഇപ്പം ഞാനിങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. മുഖക്കുരു ഒന്നും വരാത്ത ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ക്രീം നന്നായിട്ട് യൂസ് ചെയ്യാം. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല അടിപൊളി ക്രീമാണെന്ന്. അതുപോലെ തന്നെയാണ് എൻ്റെ റിസൾട്ട്. സ്പെഷ്യലി ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആക്നീസ് ഒന്നും വരാത്ത ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാവേ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.